പുതിയ ആളുകളെ നമുക്ക് വേണം. കാഞ്ചനയ്ക്ക് 100 രൂപ ഇട്ട് കൊടുക്കാം. യെസ്, 1000 രൂപ തന്ന കാഞ്ചനയ്ക്ക് ഇപ്പൊ കയ്യില് ഉള്ള പൈസ ഇടാം. പിന്നെ കാഞ്ചന, പിന്നെ കൂട്ടാം. കാഞ്ചന നമുക്ക് ഇങ്ങനെ പരസ്പരം ദാനധർമ്മം ചെയ്ത് കളിക്കാം കേട്ടോ. 100 രൂപ അയച്ചിട്ടുണ്ട്. നമുക്ക് പരസ്പരം ദാനധർമ്മം ചെയ്ത് കളിക്കാം. ദേവി ദാമോദരൻ 500 രൂപ അയച്ചതാ. എന്നോ അയച്ചതാ. 100 രൂപ ദാനധർമ്മം ചെയ്യില്ല. ഇന്ന് എൻ്റെ കയ്യിൽ കുറെ പൈസ ഇറങ്ങി. പുതിയ ആൾക്കാരെയൊക്കെ ഒന്ന് CM ജിഷ്ണു, നമുക്കിനി ദാനധർമ്മം എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എത്രയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത്രേ തരുള്ളൂ. ഒന്ന് കൂട്ടി തരില്ല ചിലര്. എന്തായാലും അങ്ങനെ പറഞ്ഞു മനസ്സിലായി. ദേവിക്ക് എങ്ങനെയല്ല, ദേവിക കുറച്ച് കഴിവും കൂട്ടി കൊണ്ടുവന്നതുകൊണ്ടാണ് ദേവികയോടൊപ്പം എനിക്ക് കളിക്കാൻ തോന്നുന്നത്. ഇവരാണെങ്കിൽ എത്രമാത്രം കുറയ്ക്കുമോ. പൈസ കുറയ്ക്കുമ്പോൾ കുറഞ്ഞാണ് വരുന്നത്. ഇവരോട് ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ദേവിക്കുട്ടി ഉണ്ടോ ഇവിടെ? കളി എങ്ങനെയാ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അവരെനിക്ക് 1000 തരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ അവർക്ക് എന്റെ കയ്യിലുള്ളത് 100 രൂപ വെച്ച് കൊടുക്കുമ്പോൾ ഇവരെങ്ങനെ 1000 മാറ്റിയിട്ട് 100 തരുള്ളൂ. അതിൻ്റെ അവിടെ കുറയുമല്ലോ, ക്യാഷ് കുറയാണ്. കൂട്ടി തന്നാലെല്ലാം അവർക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും. ഇത് കുറയ്ക്കുമ്പോ പൈസ കുറഞ്ഞേ പോവുള്ളൂ എന്ന് എങ്ങനെയാ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ നേരിട്ട് പറയുമ്പോൾ അതൊരു ധനമോടിയോ കുറ്റമായിട്ട് പറയുകയാണെന്നോ മറ്റോ അവര് കരുതും. ഞാൻ നേരിട്ട് അങ്ങനെ പറയുവാണെന്ന് നേരിട്ട് അവരോട് പറയാമെങ്കിൽ അവർ വിചാരിക്കും അപ്പോഴും അവർക്ക് വരുന്ന പൈസയെ പറ്റി ചിന്തിക്കുന്നില്ല. എന്നാൽ ഇവരെല്ലാം എനിക്ക് മേപ്പോട്ട് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷെ ഇവര് പൈസയിൽ കുറവും വരുത്തുകയാണ്. ദേവിക്ക് കളിയല്ല, പക്ഷെ എന്നും ആ കുട്ടിയെ കാണുന്നതുമില്ല. താഴോട്ടാ വരുന്നത്. അല്ലെങ്കിൽ ശ്രീദേവിയെ കളിക്ക് കൂട്ടുപിടിക്കായിരുന്നു. നല്ലൊരു കുട്ടിയൊക്കെയാണ്. എന്തായാലും ശ്രീദേവിക്ക് 100 രൂപ അയക്കും. താഴോട്ടാണ് ദേവിക
എന്റെ കളിക്കാരി എത്തിപ്പോയി. ബർത്ത്ഡേ വിഷസ് നാഗാണ്. 1111 രൂപ ദേവിക നായർ. അപ്പൊ ദേവിക നായർ കണ്ടടേ. ശ്രീദേവിക്ക് 100 രൂപ അയച്ചു. ബാങ്കിൽ കാര്യമായിട്ട് കിടക്കണ്ട. അപ്പോ ദേവിക നായർ വന്നു ഞങ്ങളുടെ കളി ആരംഭിക്കുന്നു.